ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റാഗി അടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മോൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത്. 14 വയസ്സായ കുട്ടികൾക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയതാണ് റാഗി, അതുകൊണ്ട് അട ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എലൈറ്റിൻ്റെ വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് അട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നൂൽപുട്ട്, ദോശ, എന്താ റൊട്ടി ഇതൊക്കെ ചൂടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബെല്ലവും കിട്ടും കേട്ടോ, ഒരു ഉണ്ട ബെല്ലവും കിട്ടും. പിന്നെ അതിക്ക് നമുക്ക് തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ റവയാണെങ്കിലും മൈദയാണെങ്കിലും ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ കുറച്ച് തരികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയൊക്കെയുള്ള റാഗി പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിക്ക് മാവ് വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച പാട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് പത്തിരിക്ക് മാവ് വാട്ടുന്ന പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മാവൊന്ന് അടിപിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ചു വച്ച് ചൂടാറുന്നവരെ ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ വെല്ലം ഒന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ റാഗി മാവൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നല്ലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കയ്യിലാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിന്ന് രാവിലെ റാഗീൻ്റെ അട ഉണ്ടാക്കട്ടെ എന്ന് എല്ലാവരോടും ചോദിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആരും തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടൂലേ. ഞാൻ ഇടയ്ക്ക് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ചില സമയത്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ആദ്യമേ ചോദിച്ചായിരുന്നു കേട്ടോ, നാളെ അടയാണ് റാഗിയും കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും ഉരുളകളാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഇത് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് അമർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പ്രസ്സിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ മാവൊന്ന് നല്ലോണം ഒന്ന് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നൈസായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ നൂൽപുട്ടിന് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ചുടുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് വെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഒന്ന് മടക്കി നല്ലൊന്ന് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഒന്ന് നല്ലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പരത്തുമ്പോൾ മാത്രം കുറച്ച് വലിയ അടായിട്ട് വരും കേട്ടോ. ചില ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞായിട്ട് വരുള്ളൂ. ഞാൻ എത്ര നോക്കിക്കഴിഞ്ഞാലും ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇത്ര വലിപ്പം വരും കേട്ടോ, ഏത് അട ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ മാവ് നല്ല പാകത്തിനുള്ള വേവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊട്ടുന്നോ പൊടിയുന്നോ ഒന്നുമില്ല കേട്ടോ, നല്ല. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാഗിയൊക്കെ കൊണ്ടുവന്ന് 5 കിലോ, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ 5 കിലോ ഒക്കെ നല്ല കഴുകി ഉണക്കി പൊടിച്ച് കൊണ്ടുവന്ന് കൂട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റാഗിയാണെങ്കിൽ അധികം കല്ലോ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നല്ലൊന്ന് വൃത്തിയിലൊന്ന് കഴുകിയൊന്ന് ഉണക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നതിലാണ് റാഗിനേക്കാളും കൂടുതൽ കല്ലായിരിക്കും കേട്ടോ. അത് നമ്മൾ എത്ര കഴുകി ഉണക്കിയെടുത്താലും പിന്നെയും ഉണ്ടാവും കേട്ടോ. പിന്നെയും നമ്മൾ വെള്ളത്തിലിട്ട് അരച്ചെടുക്കുമ്പോഴുള്ളൂ അത് വൃത്തിയാകുക. അല്ലാതെ നമ്മൾ പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെയും കല്ല് കടിക്കും കേട്ടോ.
അപ്പോൾ കടയത്തേനാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതിലൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് റാഗി കുറുക്കല്ല കുറച്ച് കട്ടിക്കായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ്, അന്നത്തെ ആ ടേസ്റ്റൊന്നും ഇപ്പോൾ റാഗി ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല കേട്ടോ. അത്രക്കും ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്നൊക്കെ അത് ഉണ്ടാക്കുമ്പോൾ. നല്ല കളറും ഇപ്പോൾ ഈ റാഗിപ്പൊടീൻ്റെ അതേമാതിരി കളർ ഉണ്ടാവും കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ ടേസ്റ്റ് തന്നെ. ആ ടേസ്റ്റ് ഇന്നും നാവിലുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി എണ്ണ തടവിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോൾ പൊട്ടുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കനം കമ്മിയായതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അട വെന്തിട്ടുണ്ട്. അട വെന്ത് വന്നപ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ. റാഗിൻ്റെ ആ കളറ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ അട കുറച്ച് കനം കമ്മിയായതുകൊണ്ട് കുറച്ചിങ്ങനെ പാത്രത്തിൽ ഒട്ടിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കളറ് പോലെ തന്നെയാണ് കേട്ടോ. തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സമയത്ത് മധുരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിന്നുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ പോലെ തോന്നിയിരുന്നു. എന്നാലും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത വീട്ടിൽ അവർക്കൊരു 4 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടപ്പോൾ തിന്നണം എന്നിങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ അത്രക്കും ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, റാഗി ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മഴക്കാലം കാര്യങ്ങളൊക്കെ അല്ലേ, തണുപ്പൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തേക്കും 4 മണിക്ക് ചായക്കൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.